മറ്റു വാർത്തകളിലേക്ക് വന്നാൽ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരെ രാജിവെച്ച DCC ജനറൽ സെക്രട്ടറി KC വിജയൻ വീണ്ടും രംഗത്ത് വന്നു. ഓഡിയോ ചോർത്തിയതിന് പിന്നിൽ പ്രതികാരമാണെന്ന് KC വിജയൻ പറയുന്നു. എക്സ്പ്ലോസീവ് മെഗസിന് അനുമതി നൽകിയ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ തീരുമാനത്തെ എതിർത്തതാണ് പ്രതികാരത്തിന് കാരണം. തന്നെ പുറത്തു ചാടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും KC വിജയൻ പറയുന്നു. എരുവേശി പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ 80 ഏക്കർ വരുന്ന ഒരു കോറി, ആ കോറിക്ക് വേണ്ടി സ്ഫോടക വസ്തു ശേഖരം സൂക്ഷിക്കാൻ ഉള്ള അനുമതിക്ക് വേണ്ടി ഉള്ള വിഷയമാണ്. 4 കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഈ വിഷയത്തെ എതിർത്ത് ഇറങ്ങിപ്പോയിട്ടും CPMൻ്റെ കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടി ഈ എക്സ്പ്ലോസീവ് മാഗസിൻ അതിന് സ്ഥലം അനുവദിക്കുന്നതിന് തീരുമാനമെടുത്ത് അനുമതി നൽകുകയാണ് ചെയ്തത്. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എനിക്ക് വ്യക്തമായി അറിയാം. എന്നെ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറ്റുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോട് കൂടി തന്നെ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ തരമില്ല. അർജുൻ കല്യാട് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അർജുൻ കല്യാട്. പുറത്ത് ചാടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണോ ഇപ്പോൾ വിജയൻ പറയുന്നത്? സുജിയ, തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ദിവസമാണ് KC വിജയൻ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയിട്ടുള്ള ഒരു ഓഡിയോ അത് പുറത്തു വന്നത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശമായിരുന്നു. അതിൽ പറഞ്ഞത് വ്യാജ ID കാർഡ് നിർമ്മിച്ചുകൊണ്ടാണ് വിജിൽ മോഹൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായത്. വയനാട് ഫണ്ടിൽ ഉൾപ്പെടെയുള്ള തിരിമറികൾ തനിക്ക് അറിയാം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളായിരുന്നു ആ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ DCC ജനറൽ സെക്രട്ടറി വിജയൻ ഈ സ്ഥാനത്തു നിന്നും രാജിവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെതിരെയും അതുപോലെ തന്നെ ഈ രാജിവെക്കാനുള്ള ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസിനകത്തു തന്നെയുള്ള ചില നേതാക്കളുടെ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ്, തന്നോടുള്ള ചില പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണം വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോർത്തി നൽകിയതാണ്. താൻ ഇത്തരമൊരു ഓഡിയോ സന്ദേശം ആർക്കും നൽകിയിട്ടില്ല. പക്ഷേ തന്നെ ഇത്തരം ഒരു കാര്യത്തിൽ പ്രകോപനപരമായ കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കുകയും അതിനുശേഷം ആ ഓഡിയോ പുറത്തെത്തിക്കുകയും ചെയ്തത് തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്ത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എന്നുള്ളതാണ് KC വിജയൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC തന്നിൽ നിന്നും ചില വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അത് വിശദീകരണം എടുത്തത് DCC പ്രസിഡന്റാണ്. പക്ഷേ ആ സമയത്ത് പോലും താൻ ഒരു 57 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ്, താൻ ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടി ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ അത്തരം ഒരു ഇടപെടലോ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും KC വിജയൻ പറയുന്നുണ്ട്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പോലും ഈ പറയുന്ന തന്നോട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച് DCC ഓഫീസിൽ സംസാരിക്കുമ്പോൾ താൻ ഈ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു സ്നേഹം തിരിച്ച് പ്രകടമാക്കിയിട്ടില്ല എന്നുള്ള നേതൃത്വത്തിനോടുള്ള ഒരു നീരസം, ഒരു അസംതൃപ്തിയൊക്കെ പ്രകടമാക്കുകയാണ്. താൻ എല്ലാ കാലത്തും കോൺഗ്രസ്സായി തുടരും, തന്നെ മറ്റേതെങ്കിലും ഒരു കുഴിയിൽ ചാടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിരാശ മാത്രമായിരിക്കും ഫലം എന്നുള്ള കാര്യം കൂടി KC വിജയൻ വ്യക്തമാക്കുന്നുണ്ട്. സുജിയ. ഓക്കെ അർജുൻ കല്യാട്, ഇപ്പോൾ നമ്മൾ അർജുന്റെ ഒരു പശ്ചാത്തലം കണ്ടപ്പോഴാണ് മഴ കനക്കും വരും ദിവസങ്ങളിൽ എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ ഇതിനകം തന്നെ മഴയായി കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും സുജിയ, വലിയ രീതിയിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി മഴ കാര്യമായി ഒന്നും പെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ മഴ ശക്തമായ രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. സുജിയ.